Hi all. In this video, we discuss about certain topics from Module 4 of Professional Ethics. So we'll be starting with the first topic, that means the second part of Module 4, and in this video, we'll be starting with the topic which we called as confidentiality. So നമുക്കറിയാം കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എത്രത്തോളം സീക്രട്ട് ആയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺഫിഡൻഷ്യാലിറ്റി. So in professional ethics, confidentiality is that practice which helps us to keep all information secret. And the maintenance of secrecy refers to the unrevealing of any data concerning the company's business information or technical processes that is not already in the public knowledge. ജനങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിന് അറിയാത്ത ഇൻഫർമേഷൻസ് ഒരു കമ്പനിയുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ട് വി കോൾഡ് ആസ് കോൺഫിഡൻഷ്യാലിറ്റി. ഇറ്റ്സ് എ കോമൺ നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ടോപ്പിക്കാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ അണ്ടർ കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടുത്തെ ഡേറ്റ കോൺഫിഡൻഷ്യൽ ആയി സൂക്ഷിക്കുക എന്നുള്ളത് ഇറ്റ്സ് എൻ എത്തിക്കൽ ബിഹേവിയർ. But what type of data that we need to maintain, what kind of data that you have to keep confidential? That's what we're going to discuss over here. So we have two types of data. That is, the first one is a privileged information. The second one is your proprietary information. Privileged information is only available for some people or some person who is in the privileged status of that particular company. For example, if you are into a critical project of that particular company, for example, if you are working with TCS and if they are working on a banking project, which is very critical, which is very crucial, which basically deals with a lot of confidential details and data of different customers. അങ്ങനെ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ, ഒരു ബാങ്കിങ് സെക്ടറിന്റെ പ്രൊജക്റ്റിലാണ് നിങ്ങൾ ടി സി എസിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് മാത്രം ആക്സസ് ഉള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് മാത്രം ആക്സസ് ഉള്ള ഇൻഫർമേഷനാണ് നമ്മൾ പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അതായത് ചില വ്യക്തികൾക്ക് മാത്രം ആക്സസ് ഉള്ള ഇൻഫർമേഷൻസ്. സോ ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ. വേറസ് പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അധികാരികൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഫൗണ്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്രൈറ്റേഴ്സ്, ഓണേഴ്സിന് മാത്രം ആക്സസ് ഉള്ള ഇൻഫർമേഷൻ ആണ് വി കോൾ ഇറ്റ് ആസ് proprietary information. All right, so we have privileged information and we have proprietary information that comes under information under confidentiality. Now, the next topic is what I mean by conflict in interest. All right, so conflict in interest is a bit confusing term ആണ്. കാരണം നമുക്ക് ഇൻട്രസ്റ്റിൽ നമ്മുടെ താല്പര്യങ്ങളിൽ വരുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്കത് explain ചെയ്യാം. So we'll be explaining this concept of conflict in interest using two examples. Take the case of first example. Let us consider a girl who needs to choose from different interests that she has in front of her to fit into her timetable. That means ഒരു ഗേൾ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ പല ആഗ്രഹങ്ങൾ, അപ്പോൾ അതായത് ഇന്ന് കാലത്ത് 10 മണിക്ക് പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകണം, ഒരു മൂവി കാണണം, ഒരു അസൈൻമെൻറ്റ് എഴുതണം. അങ്ങനെ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആണ് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഡെസിഷൻ അനുസരിച്ച് അതിൽ ഏത് പോയിന്റ് അല്ലെങ്കിൽ ഏത് ഇൻട്രസ്റ്റിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വാട്ട് വി കോൾ ഇറ്റ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. അതായത് ഒരേ സമയം നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ പല കാര്യങ്ങളും നമ്മൾ ഏത് കാര്യത്തിനാണോ പ്രിഫറൻസ് കൊടുക്കുന്നത്, that depends on the discretion of that particular individual. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ആ ചോയ്സുകളിൽ നിന്ന് നമ്മൾ ഒരെണ്ണം പിക്ക് ചെയ്തെടുക്കുന്നത്. That's what we call it as conflicting interest. But that is different from conflicts of interest. Whereas take the case of example 2. Example 2ൽ പറയുന്നത് ഒരു വ്യക്തി, ഓക്കെ, അദ്ദേഹം ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, പേഴ്സൺ എ വർക്ക്സ് ഫോർ കമ്പനി സെഡ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം കൂടുതൽ കാശ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ടു ഏൺ മോർ ഇൻകം, ഹി ആക്ച്വലി വർക്ക്സ് ആസ് എ കൺസൾട്ടൻറ്റ് ഫോർ another company. Same person, he works for another company to earn more. That is ethically wrong. That is what we call it as conflict in interest. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. So that's what we are going to basically deal with in your professional ethical paper. But the first example we are not going to deal with. ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം നമ്മളിതിൽ ഡീൽ ചെയ്യുന്നില്ല, കാരണം അത് എത്തിക്കലി റോങ് അല്ല. നമുക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, അതിന് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് എത്തിക്കലി റോങ് അല്ല. വേറെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി
ആ കമ്പനിയുടെ അനുവാദം കൂടാതെ വേറൊരു കമ്പനിക്ക് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എത്തിക്കലി റോങ്. അനുവാദം കൂടാതെ ഒരു കോമ്പറ്റേറ്റർക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എത്തിക്കലി റോങ്. അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നൗ what do you mean by this conflict of interest means? So conflict of interest means a person working in an organization might have multiple interests related to a job he is doing. If he does some side business kind of thing, which means which actually means he might be a competitor or he might be work with a competitor, which might pose a problem for the institution. അതായത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടി സി എസിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു കാൻഡിഡേറ്റ് ആണ് ഞാൻ. ഓക്കെ, ഞാൻ ടി സി എസിൽ ഒരു എംപ്ലോയി ആണ്. ടി സി എസിൽ നിന്ന് മാസം മാസം എനിക്ക് ശമ്പളം കിട്ടുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി, ഓക്കെ, ഇൻഫോപാർക്ക്, കൊച്ചി ഇൻഫോപാർക്കിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ വർക്ക് അറ്റ് ദ സെയിം ടൈം സൈമിൾട്ടേനിയസ്ലി ഇഫ് ഐ വർക്ക് ഫോർ എ സ്റ്റാർട്ടപ്പ് ഇൻ എൻ ഇൻഫോപാർക്ക്, വിച്ച് മീൻസ് ദാറ്റ് ടി സി എസ് എന്നുള്ള കമ്പനിയുടെ അനുവാദം കൂടാതെ ടി സി എസിന്റെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പറ്റേറ്റർക്കാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് as ethically wrong. That's what we call it as conflict in interest. And this actually arises due to bribe, gift, and to earn more. ഇത് basically ഇത് ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത് every human being has an instinct of earn more money to have a better standard of living. സോ ആ ഒരു കാശ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഇൻകം കൂട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇൻകം അതുപോലെ തന്നെ ബ്രൈബിങ്, നമുക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരും, അതുപോലെ ചില ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ട് ആൾക്കാരെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് നയിക്കുന്നതാണ്. Now, an employee while working in a company, if he support another company during the leisure time to earn more income or for any other career aspects, this can be understood as a process of moonlighting. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എക്സാമ്പിൾ, അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ കമ്പനി അറിയാതെ വേറൊരു കമ്പനിക്ക് കൺസൾട്ടന്റ് വർക്കോ അല്ലെങ്കിൽ ഹെൽപ്പോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കോൺസെപ്ച്വലി അല്ലെങ്കിൽ നമ്മൾ അതിനെ ടെക്നിക്കലി പറയുന്ന പേരാണ് മൂൺ ലൈറ്റിംഗ്. So if in case K2 exam, what do you mean by moonlighting or what you know about moonlighting എന്ന് ചോദിക്കുകയാണെങ്കിൽ it's nothing but it's all about conflict of interest. അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ സ്ഥാപനമോ അതിൻ്റെ ആൾക്കാരോ അധികാരികളോ അറിയാതെ വേറൊരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അത് ഇൻകം കൂടുന്നതിന് വേണ്ടിയായിരിക്കും, ഗിഫ്റ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും, കരിയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും, എന്തും ആയിക്കോട്ടെ. ഒരാളറിയാതെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരറിയാതെ വേറൊരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ അതിനെ എത്തിക്കലി റോങ് ആയിട്ടൊരു കൾച്ചറിനെയാണ് നമ്മൾ വാട്ട് വി കോൾഡ് ആസ് conflict of interest. And I hope that particular point is very clear for you. The next one is occupational crime. What do you mean by occupational crime? So occupational crime is defined as offenses that are committed by someone during the course of his or her employment tenure. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ആ വർക്ക് ചെയ്യുന്ന കാലയളവിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ എംപ്ലോയി ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ഒഫൻസുകളെയും നമ്മൾ ഒക്യുപ്പേഷണൽ ക്രൈം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി സി എസ് എന്നുള്ള കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോളം അല്ലെങ്കിൽ ടി സി എസിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോളം ഞാൻ ടി സി എസിനോട് ആത്മാർത്ഥത പുലർത്തുന്ന ഒരു എംപ്ലോയി ആയിരിക്കണം. ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കേസ് ഞാൻ ടി സി എസിൻ്റെ അനുവാദം കൂടാതെ ടി സി എസിൻ്റെ ക്ലയൻറ്റ് ഡേറ്റയോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജോ വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് ഒക്യുപ്പേഷണൽ ക്രൈം. അത് നമ്മൾ ചെയ്യുന്നൊരു കുറ്റം, ഒരു ക്രൈമാണ്. വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ ഒഫീഷ്യൽസ് ഓഫ് ടി സി എസ്, we are sharing the technical know-how or process or technical aspects of that particular company to an outsider. That is what we call it as occupational crime. Now, what are the common forms of occupational crime? അതായത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരുന്ന കുറ്റകൃത്യങ്ങൾ, നമ്മൾ ക്രൈം എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളാണ്. ആ കോമൺ ഫോംസ് എന്തൊക്കെയാണ്, എന്ത് ടൈപ്പിലുള്ള കുറ്റകൃത്യങ്ങളാണ് കോമൺലി occupational crimes നമ്മൾ കാണുന്നത്? The first one is altering കമ്പനി റെക്കോർഡ് വിത്തൗട്ട് ഓതറൈസേഷൻ. കമ്പനിയുടെ അനുവാദം കൂടാതെ കമ്പനിയുടെ റെക്കോർഡ്സ് നമ്മൾ തിരുത്തുന്നു. ദെൻ കമ്മിറ്റിംഗ് ടാക്സ് ഫ്രോഡ്, ടാക്സ് വെട്ടിക്കാനായിട്ട് നടത്തുന്ന ഇഷ്യൂസ്. ദെൻ മണി ലോണ്ടറിങ്, അതായത് കാശിൻ്റെ, അതായത് ഫിനാൻഷ്യലായിട്ട് ആ കമ്പനിക്ക് കിട്ടുന്ന ഇൻഫ്ലോയിൽ നിന്നോ അല്ലെങ്കിൽ പോകുന്ന ഔട്ട്ഫ്ലോയിൽ വരുന്ന തിരിമറി, കാശിൻ്റെ തിരിമറി. മിസ്യൂസിങ് കമ്പനീസ് ഡാറ്റ ഓർ പ്രോപ്പർട്ടി, കമ്പനിയുടെ സ്വത്തുകൾ നമ്മൾ നമ്മുടെ പേർപ്പസിന് വേണ്ടി മിസ്യൂസ് ചെയ്യുന്നു. ആൻഡ് കമ്മിറ്റിംഗ് സ്റ്റോക്ക് ആൻഡ് സെക്യൂരിറ്റീസ് വയലേഷൻ, ആ കമ്പനിയുടെ ബ്രാൻഡിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏത് രീതിയിലുള്ള ആക്ഷൻ നമുക്ക് ഒക്യുപ്പേഷണൽ ക്രൈമിൽ നമ്മൾ ഉൾപ്പെടുത്തും. Now, from occupational crime, we are moving to professional rights. What do you mean by professional rights and what do you mean by employees' right? എന്താണ് പ്രൊഫഷണൽ റൈറ്റ്സ് എന്ന്? അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ റൈറ്റ്സുകളും ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന
അധികാരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അവകാശങ്ങൾ, അധികാരത്തിനേക്കാൾ ഉപരി അവകാശങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ഗോണ ഡിസ്കസ് വാട്ട് ആർ ദ പ്രൊഫഷണൽ റൈറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ എംപ്ലോയി റൈറ്റ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. So professional rights is defined as that right that the engineer have in a professional platform. That means in an institution called, like for example, if it is in a college, in an engineering college, being an assistant professor, what are the rights that I have entrusted by the management is what we call it as professional rights. Now, your professional rights includes three aspects. മൂന്ന് കാര്യങ്ങളാണ് professional rights നമ്മൾ include ചെയ്യുന്നത്. The first one is the basic right of professional conscience. അതായത് the basic right in professional conscience means നമ്മുടെ സെൻസിബിൾ ആയിട്ട് നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാനുള്ള നമ്മുടെ അധികാരത്തിനെയാണ് നമ്മൾ വാട്ട് വി കോൾ ഇറ്റ് ആസ് ദ റൈറ്റ് ഓഫ് പ്രൊഫഷണൽ കൺസൈൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ മോറൽ റൈറ്റ് ടു എക്സസൈസ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഇൻ പെർസ്യൂയിങ് ദ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെൻസിബിൾ ആയിട്ട് എടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളാണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ കൺസൈൻസോടുകൂടിയുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത്. The second one is the right of conscientious refusal. Conscientious refusal എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണെങ്കിൽ അത് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് refusal എന്നുള്ള വേർഡ്. refusal എന്ന വേർഡ് കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത് അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണെങ്കിൽ അത് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ദ റൈറ്റ് ഓഫ് കൺസെഷ്യസ് റെഫ്യൂസൽ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ഓഫ് പ്രൊഫഷണൽ റെക്കഗ്നീഷൻ. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ യുവർ ബിടെക് യു ഗോണ എൻഡ് അപ്പ് ഇൻ എ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം. നമ്മൾ ഏതൊരു ജോലി സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും വാട്ട് വി ആർ ബേസിക്കലി എയിമിംഗ് ഫോർ ഇസ് എ മോണിറ്ററി കോമ്പൻസേഷൻ. അറ്റ് ദ സെയിം ടൈം വി നീഡ് റെക്കഗ്നീഷൻ. ജോലിയോടൊപ്പം തന്നെ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ, നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്. സോ ആ അംഗീകാരത്തിന് അല്ലെങ്കിൽ റെക്കഗ്നീഷനെയാണ് നമ്മൾ ദ റൈറ്റ് ഓഫ് പ്രൊഫഷണൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. സോ മൂന്ന് കാര്യങ്ങളാണ് പ്രൊഫഷണൽ റൈറ്റ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വി ഹാവ് 3 ഡിഫറെൻറ്റ് പ്രൊഫഷണൽ റൈറ്റ്സ് in your professional ethical paper. The first one is the basic right of professional conscience. The second one is the right of conscientious refusal. Third one is the right of professional recognition. Now, what do you mean by employee rights? നമ്മുടെ പ്രൊഫഷണൽ റൈറ്റ്സ് നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. നൗ എന്താണ് എംപ്ലോയി റൈറ്റ്സ്? ഓരോ തൊഴിലാളികൾക്കും ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നില്ല, അധികാരം ഇസ് പവർ. So power is different from rights. So avagashyangal endokkana, what are the rights? Employee rights. It includes moral or legal rights that involves the status of being an employee. So being an employee, what are the legal and what are the moral rights that one is being entrusted by that particular institution? For example, if take my case, like being an assistant professor, എനിക്ക് എന്തെല്ലാം അധികാരങ്ങൾ, ലീഗലി എനിക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്, മോറലി എനിക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡീൽ ചെയ്യുമ്പോൾ. ഫസ്റ്റ് വൺ ഇസ് ദ പ്രൈവസി. ബീങ് എൻ എംപ്ലോയി, ദ ഫസ്റ്റ് റൈറ്റ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ വുഡ് ബി പ്രൈവസി. ഞാൻ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ ഒരു പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ആണ്. ദ സെക്കൻഡ് വൺ ഇസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ദാറ്റ് മീൻസ് നോൺ ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മുഴുവൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയുടെ ബേസിലാണ്, ബട്ട് ഇറ്റ് ഇസ് നോൺ ഡിസ്ക്രിമിനേഷൻ ഇൻ നേച്ചർ. Discrimination on the basis of caste, sex, religion, creed is not permitted in any sort of organization. ഒരു ഓർഗനൈസേഷനിലും, whether it be IT, non-IT, അല്ലെങ്കിൽ ടീച്ചിങ്, ബാങ്കിങ്, ഇൻഷുറൻസ്, എനി സെക്ടർ ഫോർ ദാറ്റ് മാറ്റർ, ഒരു രീതിയിലും ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് നമുക്ക് നമ്മുടെ റൈറ്റ് ആണ്, നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. The third one is equal opportunity in regard to or with regard to sexual harassment. അതായത് സീനിയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൽ നിന്നോ ഉണ്ടാകാവുന്ന വർക്ക് സ്പേസിൽ ഉണ്ടാകുന്ന സെക്ഷൽ ഹറാസ്മെന്റിനെ എതിരെ പ്രതികരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു രീതിയിലും മെയിൽ ഓർ ഫീമെയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ തേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ വർക്ക് സ്പേസിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് തേർഡ് റൈറ്റ്. ദ ഫോർത്ത് വൺ ഇസ് ദ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ദാറ്റ് മീൻസ് അഫർമേറ്റീവ് ആക്ഷൻ. നമ്മളെടുക്കുന്ന ആക്ഷൻസ്, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കുക, അത് കമ്പനിയുടെ വെൽഫെയറിന് വേണ്ടി നമുക്ക് ഉപകരിക്കാൻ പറ്റുക. So 4 employee rights, starting with the privacy. The second one, equal opportunity with regard to non-discrimination. The third one is
is equal opportunity with regard to sexual harassment. The fourth one is equal opportunity with regard to affirmative action. Now, the last topic from module 4 is your IPR, or we call it as intellectual property rights. This particular concept or this particular topic is like a widespread ആയിട്ട് നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ it's been commonly discussed among your engineering field as such. എഞ്ചിനീയറിംഗ് എന്ന് മാത്രമല്ല, ഏതൊരു മേഖലയിൽ ചെന്നാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഹോട്ട് ടോപ്പിക് or the hot topic for debate is what we call as intellectual property right, which we popularly call as IPR. What do you mean by IPR? IPR എന്ന് പറയുന്നതാണ് മലയാളത്തിൽ നമ്മൾ തന്നെ പറയും ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയും. So what do you mean by that? Intellectual property rights, or IPR, is a type of property right which allows the creator or the owners of patents, trademarks, or copyrighted works to benefit from their own work. For example, ഞാൻ എൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ ദാറ്റ് അത് ഏത് മേഖലയിലായാലും, ചിലപ്പോൾ അത് ഒരു ഡ്രോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ടെക്നോളജിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിവാർഡുകൾ മുഴുവൻ, അല്ലെങ്കിൽ ആ ടെക്നോളജി എൻ്റെ പേരിലേക്ക്, അല്ലെങ്കിൽ അത് എനിക്ക് ഓണർഷിപ്പ് തരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ IPR അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് IPR നമുക്ക് ലഭിച്ചതിന് ശേഷം എൻ്റെ അനുവാദം കൂടാതെ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വേറൊരാൾക്കും റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മെഴ്സിഡീസ് ബെൻസ്. ഓക്കെ, സോ മെഴ്സിഡീസ് ബെൻസിൻ്റെ നമുക്ക് ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോഗോ ആണ് അവരുടെ ഒരു എംബ്ലം എന്നുള്ളത്. എല്ലാ കാറുകളുടെയും മുമ്പിലുള്ള അവരുടെ ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ എംബ്ലം എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് വേൾഡ് ഫേമസ്. അത് മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കമ്പനിക്ക് ഉള്ള ഒരു IPR എലമെൻ്റ് ആണ്. അതായത് മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കമ്പനിയുടെ അനുവാദം കൂടാതെ ആ മെഴ്സിഡീസ് ബെൻസിൻ്റെ എംബ്ലം വേറൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. വിച്ച് മീൻസ് ദാറ്റ് അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും അവരവരുടെ സെൻസും ഉപയോഗിച്ച് കണ്ടുപിടിച്ചൊരു എംബ്ലമാണ്. സോ അവർക്ക് അതിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, വിത്തൗട്ട് ദയർ പെർമിഷൻ ഓർ വിത്തൗട്ട് ദയർ കൺസെൻറ്റ്, nobody else, I mean no outsider can use that particular product as their for their purpose. മറ്റുള്ളവരുടെ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. Now, then when we discuss about the global IPR system strengthens or protects, it actually strengthens and protect the innovation, as well as raises a return on the technology, on the international technology transfer. ഇനി ഗ്ലോബൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇറ്റ് ആക്ച്വലി എൻഹാൻസസ് ഓർ ഇറ്റ് ആക്ച്വലി ഇംപ്രൂവ്സ് എ ടെക്നോളജിക്കൽ ആസ്പെക്ട് ആസ് സച്ച്. അതായത് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ ഒരു ടെക്നോളജിക്കൽ നോ ഹൗ ട്രാൻസ്ഫറിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വൈ വി നീഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, വൈ IPR, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഹാവിങ് IPR? IPRൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ IPR ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? സോ ബേസിക്കലി യുവർ IPR പ്രൊട്ടക്ട്സ് or it actually stimulates creativity, research, and innovations by ensuring freedoms to individual and organizations to benefit from their creative intellectual investment. അതായത് കമ്പനികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് ബേസിക്കലി IPR. ഇനി എന്തിനാണ് നമുക്ക് IPRൻ്റെ ആവശ്യമെന്നുള്ളത്? സോ IPR is basically serves the following purpose. ഇത് മാത്രമല്ല ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ബട്ട് മേജർ ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first one, it prevents others using it. നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കാര്യം വേറൊരാൾ നമ്മുടെ അനുവാദം കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ ഹൈലൈറ്റ്. The second one, it prevents using it for the financial gain. ഒരാൾക്കൊരു മോണിറ്ററി ഗെയിനിന് വേണ്ടി നമ്മുടെ ഒരു ഐഡിയ യൂസ് ചെയ്യാൻ പറ്റില്ല വിത്തൗട്ട് our consent. The third one, it actually prevents plagiarism. So plagiarism നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. It provides a strategy to generate steady income for the individuals. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിച്ചൊരു സാധനം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്റ്റഡി ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. Now, what are the types of protection? ഇനി IPR എങ്ങനെയാണ് നമുക്ക് വേൾഡ് വൈഡ്, ഹൗ ദിസ് whole process of IPR exists? So basically IPR exists in different forms. അല്ലെങ്കിൽ there are types of IPR. The first one is your patents. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും ഒരു പെർട്ടിക്കുലർ ടെക്നോളജിക്ക് പേറ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിന് പേറ്റന്റ് ഉണ്ടെന്ന് പറയും. സോ വാട്ട് യു മീൻ ബൈ പേറ്റന്റ്സ്, ഓർ വാട്ട് യു മീൻ ബൈ പേറ്റന്റ്ഷിപ്പ്? എ പേറ്റന്റ് is an exclusive right granted for an invention,
and it provides the patent owners with protection generally for a period of 20 years. അപ്പോൾ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പേറ്റന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പല പ്രോഡക്ട്സും ചിലപ്പോൾ അരി ആയിരിക്കാം, അല്ലെങ്കിൽ റൈസ് ഫോർ ദാറ്റ് മാറ്റർ, അല്ലെങ്കിൽ ടേമറിക് മഞ്ഞളായിരിക്കാം, അങ്ങനെ ഏത് പ്രോഡക്റ്റിനും നമുക്ക് പേറ്റൻസ് എടുക്കാൻ പറ്റും. പേറ്റന്റ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർമ്മിച്ച ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഓണർഷിപ്പ് കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പേറ്റൻസ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാൻഡഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഇൻവെൻഷൻ. ഇനി അത് കിട്ടുന്നത് 20 വർഷത്തേക്കാണ്. ഫസ്റ്റ് നമ്മളൊരു പേറ്റന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് 20 years ഓഫ് സ്പാനിലേക്കാണ് നമുക്ക് അത് കിട്ടുന്നത്. And once the patent protection is granted, the invention cannot be commercially used or distributed or sold without the patent owner's consent. ഒരിക്കൽ നമുക്കൊരു പ്രോഡക്റ്റിന് കൺസെന്റ്, അതായത് പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അനുവാദം കൂടാതെ ആ ഒരു വസ്തു വേറൊരാൾക്ക് ഉണ്ടാക്കാനോ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ സെൽ ചെയ്യാനോ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്സും യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന പല ടെക്സ്റ്റ് ബുക്സും നിങ്ങൾ ഫോട്ടോസ്റ്റേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ നിങ്ങൾ ഫസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ പേറ്റൻറ്റോ അല്ലെങ്കിൽ കോപ്പിറൈറ്റോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കോപ്പിറൈറ്റ് അനുസരിച്ച് അവർ പറയുന്നത് ആ ടെക്സ്റ്റ് ബുക്ക്, അതായത് ആ ഓതൻറ്റിക് ടെക്സ്റ്റ് ബുക്ക് ഒരു രീതിയിലും ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ അല്ലെങ്കിൽ വേറൊരാൾക്കോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. മനസ്സിലായോ? സോ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പേറ്റന്റ് എന്ന് പറയുന്നത് 20 വർഷത്തേക്ക് നമുക്ക് ഒരു വസ്തു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് കൺട്രോളിനെയാണ് പേറ്റൻസ് എന്ന് പറയുന്നത്. Whereas the case of second one we discuss about is the trademarks. Trademarks എന്ന് പറയുന്നത് എന്താണ്? So trademarks means it's a distinctive marks or signs that identifies certain goods or service produced or provided by an individual or a company. ഒരു പെർട്ടിക്കുലർ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവും. നമുക്ക് ആ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കണ്ടറിയാം അത് ഇന്ന കമ്പനിയാണെന്ന്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മാക്ഡൊണാൾഡ്സ്, ഓക്കെ, മാക്ഡൊണാൾഡ്സിൽ നമുക്കറിയാം ആ ഒരു അവരുടെ ഒരു സിഗ്നേച്ചർ സൈനാണ് എം എന്നുള്ളത്. ഒരു പെർട്ടിക്കുലർ ഫോമിലാണ് എം എഴുതുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ഇപ്പോൾ ലൂയി ഫിലിപ്പ് ആണെങ്കിലും, അതുപോലെ തന്നെ വാൻ ഹുസീൻ ആണെങ്കിലും, ആൻഡ് ഈവൻ പൂമയാണെങ്കിലും, അങ്ങനത്തെ ഡിഫറെൻറ്റ് ഏത് ബ്രാൻഡ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലും ആ ബ്രാൻഡ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അവരുടെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സൈനുകളെയാണ്, അല്ലെങ്കിൽ സിമ്പിൾസ് ആണ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് ബെൻസിൻ്റെ സിമ്പിൾ ആണെങ്കിലും, BMW ആണെങ്കിലും, പോർഷെ ആണെങ്കിലും, ജാഗ്വാർ, ഇങ്ങനത്തെയുള്ള കമ്പനീസിന് അവരുടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സൈൻസിനെയാണ് നമ്മൾ ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത്. The protection offered through the trademarks is limited for a period and it can be renewed. ഈ പറയുന്ന ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ട്രേഡ് മാർക്ക് ലൈഫ് ലോങ് അല്ല, അതൊരു പ്രത്യേക സമയത്തിനായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദ കൺട്രീസ്, രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. അത് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കായിരിക്കും, കുറച്ച് കാലയളവിനായിരിക്കും അത് കിട്ടുന്നത്. ആൻഡ് ഫൈനലി ദെൻ അത് നമുക്ക് കാലങ്ങൾ അല്ലെങ്കിൽ കഴിയുന്നതിനനുസരിച്ച്, സമയം കഴിയുന്നതിനനുസരിച്ച് വി ക്യാൻ റിന്യൂ ഇറ്റ്. സോ ദാറ്റ്സ് അബൌട്ട് the trademark thing. And the third type of protection is copyright. Okay, so copyright is a specific and exclusive right describing the right given to the creator of that literary or artistic work. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ മൾട്ടിമീഡിയ, പെയിന്റിങ്സ്, അങ്ങനത്തെ ലിറ്ററലി വർക്ക്സിനാണ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സിഗ്നേച്ചർ ആയിട്ട് അവരുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അത് ആരാണ് ഉണ്ടാക്കിയത്, അതൊരു കോപ്പിറൈറ്റ് ആണ് ബേസിക്കലി. സോ കോപ്പിറൈറ്റ് ബേസിക്കലി മീൻസ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് നമുക്ക് ക്രിയേറ്റർക്ക് നൽകുന്ന ഒരു കംപ്ലീറ്റ് കൺട്രോളിനെയാണ് നമ്മൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിലെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മൾ പേറ്റൻസ് ആണെങ്കിലും ട്രേഡ് മാർക്ക് ആണെങ്കിലും കോപ്പിറൈറ്റ് ആണെങ്കിലും ഉണ്ടാക്കുന്ന ക്രിയേറ്റർക്കുള്ള ഫുൾ കൺട്രോളിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഇസ് യുവർ ട്രേഡ് സീക്രറ്റ്. ട്രേഡ് സീക്രറ്റ് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു IPR ഫോമാണ്. ബട്ട് സ്റ്റിൽ ട്രേഡ് സീക്രറ്റ് ഇസ് എ ഇൻഫർമേഷൻ വിച്ച് ഇസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ആസ് സീക്രറ്റ്. നമ്മൾ സീക്രട്ട് ആയിട്ട് എടുത്തു വയ്ക്കുന്നത്. ഫോർ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ KFC, നമ്മൾ പറയുന്ന KFC എന്നുള്ള ഒരു ബ്രാൻഡ്, വി നോ ദാറ്റ് ഇറ്റ് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം ഓൾ ദ വേ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാണ്, അവരവിടെ എക്സ്പാൻഡ് ചെയ്തു. ആൻഡ് ഫൈനലി ദേ ഹാവ് മൂവ്ഡ് ഔട്ട് ഫ്രം US ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. പക്ഷേ അവരുപയോഗിക്കുന്ന മസാല അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ആ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ടെക്സ്ചർ എന്താണ് എന്നുള്ളത് ഇറ്റ്സ് എ ട്രേഡ് സീക്രട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. ഫോർ ഇൻസ്റ്റൻസ്, ടേക്ക് ദ കേസ് ഓഫ് ഹോർലിക്സ് ഓർ ബൂസ്റ്റ്. ഈ ഹോർലിക്സ് എന്ന കമ്പനിയും ബൂസ്റ്റ് എന്ന കമ്പനിയും ഉപയോഗിക്കുന്ന മിക്സ്ചേഴ്സ് എന്താണ്, അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഫ്ലേവേഴ്സ് എന്താണ്, ഇറ്റ്സ് ദയർ ട്രേഡ് മാർക്ക്. അതൊരിക്കലും അവർ, അല്ലെങ്കിൽ ട്രേഡ് സീക്രട്ട് ആണ്, അതൊരിക്കലും അവർ പുറത്തേക്ക് വിടുന്നില്ല. സോ ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ട്രേഡ് സീക്രട്ട്.
So these are the different forms of IPR protection. So IPR എന്ന് പറയുന്നത്, alright, so IPR എന്ന് പറയുന്നത് intellectual property rights ആണ്. അതിന്റെ different forms of protection ആണ് നമ്മൾ കണ്ടത്. So that's about module 4, and I hope this video was very useful for you, and we'll be back with module 5.